എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 2019 ഹനീഫ് അദേനിയുടെ ഒരു ചിത്രം എത്തുന്നു. പേര് മികായൽ. അന്ന് ചിത്രം വലിയ വിജയം ഒന്നും നൽകാതെ പോയെങ്കിലും ചിത്രത്തിലെ വില്ലനെ എല്ലാവരും ശ്രദ്ധിച്ചു. ചെറുതായൊന്ന് കൊളുത്തിയിരുന്നു. കൊടും ക്രൂരനായ വില്ലൻ കഥാപാത്രം എന്ന നിലയിൽ ചർച്ചയായ റോളായിരുന്നു ചിത്രത്തിലെ മികായലിലെ വില്ലന്. വർഷങ്ങൾക്ക് ഇപ്പുറം സ്പിൻ ഓഫ് പ്രഖ്യാപിച്ചു. അതെ, മാർക്കോ. ബിഗ് ബജറ്റിൽ ജൂനിയർ മാർക്കോ എന്ന വില്ലനെ നായകനാക്കിയാണ് മാർക്കോ എന്ന പേരിൽ ചിത്രം റിലീസ് ആകുന്നത്. 100 കോടിയുടെ നിറവിൽ മാളികപ്പുറം തമിഴ് ചിത്രം ഗരുഡൻ ശേഷം ഉണ്ണി മാർക്കോയുമായി എത്തുമ്പോൾ ആവേശം ഇത്തിരി കൂടുതലാണ്. മാർക്കോയുടെ ടീസറിന് പിന്നാലെ എത്തിയ പാട്ടുകൾക്കും ലഭിച്ചത് വമ്പൻ സ്വീകാര്യതയാണ്. ടീസറിലെ വയലൻസും സോങ്സും ഇതിനേക്കാൾ ചർച്ചയായിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ വില്ലൻ്റെ സ്പിൻ ഓഫ് എന്ന ക്രെഡിറ്റും മാർക്കോയ്ക്ക് സ്വന്തം. മലയാള സിനിമയുടെ ഏറ്റവും വലിയ വയലൻസ് കണ്ട ചിത്രം ഉണ്ണി മുകുന്ദൻ. ഹനീഫ് അദേനി ചിത്രം ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് മാത്രം തീപാറും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 100 ദിവസത്തെ ചിത്രീകരണത്തിൽ 60 ദിവസത്തോളം ചിലവിട്ടത് ആക്ഷൻ രംഗങ്ങൾക്ക് മാത്രം. മാർക്കോയുടെ റേഞ്ച് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പ്രശസ്ത സിനിമ സൈറ്റായ IMDbയിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആൾക്കാർ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ലിസ്റ്റിൽ മാർക്കോയുമുണ്ട്. ലിസ്റ്റിൽ 6ാം സ്ഥാനമാണ് ചിത്രത്തിന്. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലെ ഇൻട്രസ്റ്റിലും വലിയ കുതിപ്പാണ്. ചിത്രത്തിനുള്ള വയലൻസും കൊണ്ട് ബോളിവുഡിൽ അനിമൽ എന്ന ചിത്രം തീർത്ത റെക്കോർഡ് ചെറുതൊന്നുമല്ല. അനിമലും ആയാണ് ചിത്രം താരതമ്യം ചെയ്യുന്നത്. മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രം എന്നതിനു പുറമെ 5ലധികം വമ്പൻ ആക്ഷൻ സീക്വൻസുകൾ നിറഞ്ഞ ആക്ഷൻ ത്രില്ലർ എന്നാണ് മാർക്കോയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാർക്കോ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ റിലീസ് എത്തുന്നുണ്ട്. ക്രിസ്മസ് റിലീസായി ചിത്രം ഡിസംബർ 20 തിയേറ്ററിൽ വരുന്നു. പാൻ ഇന്ത്യൻ റേഞ്ചിൽ അടുത്തൊരു മലയാളം ചിത്രം എന്ന് മാർക്കോയെ നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി.